നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നല്ലൊരു സ്വീറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ദീപാവലി സ്പെഷ്യൽ റെസിപ്പിയാണ്. മിൽക്ക് മൈസൂർ പാക്കാണ് ഇന്നത്തെ നമ്മുടെ വിഭവം. ഇതേപോലെ നല്ല കളറൊക്കെ ആയിട്ട് നടുവിൽ കണ്ട ഒരു കുറച്ച് ഡാർക്കായിട്ടും മുകളിലും താഴെയും ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിൽ അങ്ങനെ നല്ല കളറോട് കൂടിയിട്ട് അതുപോലെ വായിലിടുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന ടെക്സ്ചറിലുള്ള നല്ല മൈസൂർ പാക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. 100 ഗ്രാം പാൽപ്പൊടിയാണ് ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വെയിങ് സ്കെയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ 10 ടേബിൾ സ്പൂൺ പാൽപ്പൊടി അളന്നെടുക്കുക. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. നമ്മളെടുത്ത പാൽപ്പൊടിയുടെ അളവിൻ്റെ 3 മടങ്ങ്, അതായത് 300 ഗ്രാം പഞ്ചസാരയാണ് വേണ്ടത്. അത് കപ്പിൽ അളക്കുകയാണെങ്കിൽ 1.5 കപ്പ് പഞ്ചസാര അളന്നെടുക്കുക. ഞാൻ പറയുന്ന കപ്പ് 250 ml കപ്പാണ് കേട്ടോ. പിന്നെ വേണ്ടത് എണ്ണയും നെയ്യും കൂടെ കൂടിയിട്ടുള്ളൊരു മിക്സാണ്. ഇപ്പം അതും നമുക്ക് പാൽപ്പൊടിയുടെ 3 മടങ്ങാണ് വേണ്ടത്, അതായത് 300 ഗ്രാം. ഇപ്പം ഞാനിവിടെ 150 ഗ്രാം എണ്ണ എടുക്കുന്നുണ്ട്, അതായത് 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് 150 ഗ്രാം നെയ്യ്, അതും 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ. നിങ്ങൾക്കിത് നെയ്യ് മാത്രമായിട്ടും ഉപയോഗിക്കാം. പക്ഷേ നെയ്യ് മാത്രമായിട്ട് ഉപയോഗിക്കുമ്പോൾ നെയ്യുടെ ഒരു ഫ്ലേവർ കൂടുതലായിട്ടുണ്ടാവും. അതിഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ എണ്ണയും നെയ്യും കൂടെ കൂടിയിട്ടുള്ള മിക്സായിട്ട് എടുക്കാം. ഈ നെയ്യ് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഈ പാത്രം ഒന്ന് അതിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് മുക്കി വയ്ക്കുക. അപ്പോഴേക്കും നെയ്യ് മെൽറ്റായിട്ട് കിട്ടിക്കോളും. നമ്മൾ ഈ മൈസൂർ പാക്ക് ഉണ്ടാക്കാനായിട്ട് അടുപ്പിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ അത് സെറ്റ് ചെയ്യാനുള്ള ട്രേ റെഡിയാക്കി വെക്കണം. ഞാനിവിടെ 5 ഇഞ്ച് വലിപ്പമുള്ള ഒരു ടിൻ എടുത്തിട്ടുണ്ട്. അതിലല്പം നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ തന്നെ തടവി കൊടുത്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. ഇനി ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താൽ നമുക്ക് അവസാനം അത് തണുത്ത് കഴിയുമ്പോൾ ഇളക്കിയെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഇനി നമ്മൾ ചെയ്യുന്നത് ആ പാൽപ്പൊടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ ഉരുക്കി വെച്ചിട്ടുള്ള എണ്ണയും നെയ്യും കൂടെ കൂടിയിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അതിനും കുറച്ച് നെയ്യ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. ഏകദേശം 1/4 കപ്പ് വേണ്ടി വന്നു ഇതുപോലെ പേസ്റ്റ് ആക്കി ഇട്ടാനായിട്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കും. ഇനി ഒരു നല്ല ചൂടിട്ടുള്ള പാത്രം അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി പഞ്ചസാരയുടെ പകുതി അളവ്, അതായത് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ഈ പഞ്ചസാര മുഴുവൻ അലിഞ്ഞു വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെക്കുന്നത്. ഈ പഞ്ചസാര ഇതേപോലെ അലിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് ഈ സിറപ്പിന് ഒരു ഒറ്റ നൂൽപ്പരുവം ആവുന്നത് വരെ നമ്മൾ തിളപ്പിച്ചെടുക്കണം. സിറപ്പിൻ്റെ പാകം മനസ്സിലാക്കാനായിട്ട് ഒരു ചെറിയ പാത്രത്തിൽ അല്പം വെള്ളം എടുത്ത് വെച്ചേക്കുക. ഇടയ്ക്കിടയ്ക്ക് സിറപ്പ് അല്പം ഇതിലേക്ക് ഇറ്റിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു പാകം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ സിറപ്പ് ഇതിലേക്ക് ഇറ്റിച്ച് നോക്കുമ്പം ഇതേപോലെ വെള്ളത്തിലേക്ക് പോയിട്ട് പെട്ടെന്ന് അലിഞ്ഞു പോവുകയാണെങ്കിൽ പാകം ഒട്ടും ആയിട്ടില്ല എന്നാണ്. അപ്പോൾ വീണ്ടും അത് തിളപ്പിച്ച് കൊടുക്കുക. ഇതിപ്പോൾ കുറച്ച് സമയം കൂടി തിളപ്പിച്ച് കൊടുത്തു. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റോളം തിളപ്പിച്ചിട്ടുണ്ട്. കണ്ടിത് വെള്ളത്തിലേക്ക് പോയിട്ട് അത്ര പെട്ടെന്ന് അതങ്ങ് അലിഞ്ഞു പോകുന്നില്ല. പക്ഷെ നമ്മുടെ വിരൽ കൊണ്ട് കൂട്ടി വയ്ക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിലേക്ക് ഒന്നും ആയിട്ടില്ല. അത്രയൊന്നും എത്തേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവത്തിലെത്തിയാൽ മതി. ഇപ്പോൾ സിറപ്പ് ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാൽപ്പൊടിയും നെയ്യും കൂടെ കൂടിയിട്ടുള്ള ആ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് തിള വരുന്നത് വരെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ ഇവിടെ ബബിൾസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ആ ബാക്കിയുള്ള നെയ്യ് ഉണ്ടല്ലോ, അതായത് എണ്ണയും നെയ്യും കൂടെ കൂടിയിട്ടുള്ള മിക്സ്, അതിൻ്റെ ഒരു 4/1 നെയ്യ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ നെയ്യ് ഇതിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആവുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തീ വെച്ചിരിക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു പാകത്തിന് ചൂടിൽ വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. തീ തീരെ കുറഞ്ഞു പോയാൽ മൈസൂർ പാക്കിന് ആ ഒരു കളറ് കിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ നടുവിലൊരു ഡാർക്ക് കളർക്ക് കിട്ടണമെങ്കിൽ പാകത്തിന് ചൂടുണ്ടാവണം. പക്ഷേ ചൂട് ഒത്തിരി കൂടിപ്പോയാൽ മൈസൂർ പാക്കിൻ്റെ ടെക്സ്ചർ മാറിപ്പോകും, കൂടുതൽ കട്ടിയുള്ളതായിട്ട് പോകും. ഒരു 1-1.5 മിനിറ്റിന് ശേഷം വീണ്ടും അല്പം കൂടി നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇതിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആവുന്നവരെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇനി വീണ്ടും ഒരു തവണ കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരല്പം നെയ്യും കൂടി ബാക്കിയുണ്ട്. ഇനി ആ നെയ്യ് ഇതിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് ഈ മിക്സ് നന്നായിട്ട് ഇളക്കി ഇനി ചെറുതായിട്ടൊരു ബ്രൗൺ കളർ കിട്ടുന്നത് വരെ ഇത് ഇളക്കി കൊടുക്കണം. ലൈറ്റായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക.
ആ നെയ്യ് ചേർത്തതിന് ശേഷം ഞാനിവിടെ 5 മിനിറ്റാണ് ഇളക്കി കൊടുത്തത്. നിങ്ങൾക്ക് കളറിൻ്റെ വ്യത്യാസം കാണാൻ പറ്റും. ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ലൈറ്റ് ആയിട്ടുള്ള കളറും ഇപ്പോൾ ഉള്ള ഈ കളറും നല്ല വ്യത്യാസമുണ്ട്. ഇതിനിപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ ബാക്കിയുള്ള നെയ്യുണ്ടല്ലോ, ഒരല്പം നെയ്യും കൂടി ബാക്കിയുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി ഇപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഏകദേശം 1 മിനിറ്റൊക്കെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും ഇതൊന്നുകൂടി തിക്കായിട്ട് വരും. കണ്ടത് ഒന്നുകൂടി തിക്കായി വന്നിട്ടുണ്ട്. ഇത് വേഗം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി മുകൾ ഭാഗം ഒന്ന് സ്മൂത്താക്കി കൊടുക്കുക. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിലേക്കൊന്നും വെക്കേണ്ട ആവശ്യമില്ല. റൂം ടെമ്പറേച്ചറിൽ തന്നെ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ ഇത് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഇവിടെ ഇത് തണുത്ത് വന്നിട്ടുണ്ട്. പുറത്തേക്ക് എടുക്കാം. ഈ ബട്ടർ പേപ്പർ ഉള്ളതുകൊണ്ട് നല്ല എളുപ്പമായിട്ട് ഒട്ടും പൊടിഞ്ഞു പോകാതെ നമുക്കിത് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇത് മുറിച്ച് കാണിക്കാം. നല്ല സോഫ്റ്റാണിത്. നമുക്ക് ഈസി ആയിട്ടൊന്ന് മുറിക്കാനൊക്കെ പറ്റും. കണ്ടോ, നല്ലൊരു കളറ് ഉള്ളിൽ വന്നിട്ടുണ്ട്. ആ നടുവിൽ നല്ലൊരു ഡാർക്കായിട്ടുള്ള ഒരു ഷെയ്ഡും മുകളിലും താഴെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡും. ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. നല്ല പെർഫെക്റ്റായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്ക് നമുക്കിതുപോലെ വീട്ടിലുണ്ടാക്കാൻ പറ്റും. മൈസൂർ പാക്ക് എന്നൊക്കെ പറയുമ്പോൾ അത് ഒത്തിരി പഞ്ചസാരയും നെയ്യും എണ്ണയൊക്കെ ചേർന്നിട്ടുള്ള ഒരു സ്വീറ്റാണ്. അപ്പോൾ അധികമായിട്ട് നമുക്കിത് കഴിക്കാൻ എന്തായാലും പറ്റില്ല. ഇതേപോലെ ദീപാവലി പോലെയുള്ള വിശേഷ അവസരങ്ങളിലൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും വലിയൊരു സന്തോഷമാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അതിലേക്കുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.